കട്ടി കൂടുതലാണ്. എന്ത് ഇതിന്റെ മുകളിൽ പരിപാടി? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സീ ഫുഡ് ആൻഡ് സ്പൈസി. വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ആട്ടോ. വേണോ നൂഡിൽസ്? നൂഡിൽസ് വേണോ? വേണോ വേണോ വേണോ? പോലെ തിളച്ചോണ്ടിരിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കൊറിയൻ നൂഡിൽസ് റെഡി. സൂപ്പർ സൂപ്പർ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു കുക്കിംഗ് വ്ലോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. കൊറിയൻ നൂഡിൽസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സീ ഫുഡ് ആൻഡ് സ്പൈസി നൂഡിൽസ് ആണ്. കൊറിയൻ നൂഡിൽസ്. ഇത് റാമിയൻ സൂപ്പ് നൂഡിൽസ് ആണ്. ഇത് സീ ഫുഡ് ആണ്. കുറച്ചൊരു എന്താ പറയാ, നമ്മുടെ ഈ കക്ക, പ്രോൺസ്, അതിന്റെ ഒക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ഇതിനുണ്ട്. കൂടെ ഒരു സൂപ്പ് പൗഡറും ഉണ്ട്, ഫ്ലേക്സും ഉണ്ട്. പിന്നെ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി കൂടുതലാണ്. ഇത് കഴിച്ച് നോക്കാത്ത ആൾക്കാർ ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ കിട്ടുന്ന നൂഡിൽസിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ കൊറിയൻ നൂഡിൽസ് എന്ന് പറയുന്നത്. നൂഡിൽസ് ആണ് ചിൻ റാമിയൻ സൂപ്പ് നൂഡിൽസ്. ഇതുമാണ് എൻ്റെ ഫേവറേറ്റ്. ബാക്കിയുള്ളത് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടം ആയിട്ടില്ല. കാരണം സൂപ്പ് നൂഡിൽസ് ആയ കാരണം രണ്ടും നല്ല സ്പൈസിയാണ്. സ്പൈസി ഇഷ്ടമല്ലാത്ത ആൾക്കാർ കുറച്ച് ആഡ് ചെയ്താൽ മതി. അതായത് പക്ഷെ ഫുള്ള് ആഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സീ ഫുഡാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തീ കത്തിച്ച് പാന് വെച്ച് ആവശ്യമുള്ള വെള്ളം, നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യം അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ചൂടാവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് നൂഡിൽസ് പൊട്ടിച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര വലിപ്പാണ്, ഭയങ്കര തടിച്ച നൂഡിൽസ് ആണത്. വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ആട്ടോ, നല്ല കറുമുറും. പിന്നെ കൂടെ നമുക്ക് സൂപ്പ് നൂഡിൽസിന്റെ പൗഡറും ഉണ്ട്, പിന്നെ ഫ്ലേക്സും ഉണ്ട്. ഈ രണ്ട് ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ. എന്ത് ഇതിന്റെ മുകളിൽ പരിപാടി? എന്ത് വീഴും വീഴും. വെള്ളം കുറച്ച് ചൂടായിട്ടുണ്ട്. ഈ നൂഡിൽസ് നമുക്ക് പകുതി ആക്കിട്ട് ഇട്ട് കൊടുക്കാം. അയ്യോ, പൗഡർ ആഡ് ചെയ്യാട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിൻ റാമിയോൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാവർക്കും സീ ഫുഡിന്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല. അപ്പൊ ഈ ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും പിടിക്കട്ടെ. ഈ ഫുഡി വേണം നൂഡിൽസ്. നൂഡിൽസ് ഓക്കെ, ഇനി അവിടെ ഇരുന്ന് തിളക്കട്ടെ. നൂഡിൽസ് വേണോ? നൂഡിൽസ് വേണോ നിഷേ? കുഞ്ഞുമണി നൂഡിൽസ് വേണോടി? വേണോ 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 വേണം? പോലെ തിളച്ചോണ്ടിരിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, മിക്സ് ആവാൻ വേണ്ടിട്ട്. ഇത് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ആവും കേട്ടോ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാ ഫ്ലേവേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് കുറെ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ വേണ്ട ആൾക്കാര് ആമസോണിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട്. ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അവിടെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊറിയൻ ഡ്രാമ ഒക്കെ കണ്ടിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ. സംഭവം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ടെക്സ്ചർ മാറും. ആ ഒരു വെള്ള കളർ മാറിയിട്ട് ട്രാൻസ്പെറന്റ് പോലെയാവും. അപ്പൊ ഇതായി എന്നാണ് ഇതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അധികം വെച്ച വെള്ളം മൊത്തം പറ്റുന്നു. ഓഫ് ചെയ്യാൻ. സ്വാദിഷ്ടമായ കൊറിയൻ നൂഡിൽസ്, സീ ഫുഡ് ആൻഡ് സ്പൈസി കൊറിയൻ നൂഡിൽസ് റെഡി. ഇത് കുറെ എല്ലാ ഐറ്റംസ് ആണ് കേട്ടോ അതിൽ മെയിൻ. ഫിഷിന്റെ ഒരു ചെറിയൊരു ക്യൂബ്സ് പോലെ ഒരു സംഭവം ഉണ്ട്. ഫിഷ് ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. പക്ഷെ ഫിഷിന്റെ സ്മെല്ലാണ്. നൂഡിൽസ് റെഡി.
സൂപ്പർ സൂപ്പർ. അത്രേ ഉള്ളൂ. ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അപ്പൊ ഞങ്ങൾ പോട്ടെ അല്ലേ? ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഇപ്പൊ എല്ലാവരോടും പറഞ്ഞേ, എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ. പോവാന്ന് പറഞ്ഞേ. ഓക്കെ, ബൈ ബൈ പറ. ബൈ അവിടെ നോക്കിട്ട് ബൈ പറഞ്ഞേ. ബൈ. ഓക്കെ അപ്പൊ ശരി, ബൈ.